നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ആരെ എന്ത് കുറ്റം പറയുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ബഹളങ്ങൾ നടക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചവർ ചില പ്രത്യേക കാര്യങ്ങൾ അതിൽ മൂടി വയ്ക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വലിയൊരു ഭാഗം സർക്കാർ തന്നെ മൂടി വച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കൂടെ അവർ ചേർത്ത മൊഴികൾ, പെൻഡ്രൈവ്, വാട്സാപ്പ് ചാറ്റ്, ഇതുപോലത്തെ സാധനങ്ങളെല്ലാം തന്നെ സർക്കാർ മറച്ചു വച്ചിരിക്കുന്നു. ശരി, അതിൻ്റേതായ ന്യായങ്ങളുണ്ടാവാം. ആളുകളെ ചീത്തയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാവാം, എന്തുമായിക്കോട്ടെ. ആ റിപ്പോർട്ട് മുഴുവനായി തന്നെ ഹൈക്കോടതിയിൽ മുദ്ര വെച്ച കവറിൽ ഹാജരാക്കണം എന്ന് ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. പുറത്ത് വന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തിൽ തന്നെ മറച്ചു വയ്ക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് പൊളിച്ചെഴുത്തിൻ്റെ ഈ ലക്കത്തിൽ ഞാൻ വിചാരിക്കുന്നത്. ആ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതിന് പിന്നിൽ ചില പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എന്നും ഞാൻ കരുതുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പലരും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയാറുണ്ട്. തെറ്റൊന്നുമില്ല, എന്നാലും സാങ്കേതികമായി അത് ശരിയല്ല. കമ്മീഷനും കമ്മിറ്റിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കമ്മീഷൻ എന്ന് പറയുന്നത് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് എന്ന കേന്ദ്ര നിയമത്തിന് കീഴിൽ കേന്ദ്രമോ സംസ്ഥാനങ്ങളോ വയ്ക്കുന്ന ഒരു കമ്മീഷൻ, ഒരു പ്രത്യേക സംഭവം അന്വേഷിക്കാനായിട്ട്, മാറാട് സംഭവം അന്വേഷിക്കാൻ മാറാട് ജുഡീഷ്യൽ കമ്മീഷൻ, ആ പൂന്തുറ വെടിവയ്പ് അന്വേഷിക്കാൻ പൂന്തുറ ജുഡീഷ്യൽ കമ്മീഷൻ, ഇങ്ങനെയൊക്കെ ആണ് ഇതിൻ്റെ ചട്ടം. ആ ചട്ടമനുസരിച്ച് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചാൽ ആ കമ്മീഷൻ്റെ പരിശോധനാ റിപ്പോർട്ടും അതിന്മേൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ, അതിന് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, ATR എന്ന് പറയും, ഇത് രണ്ടും ചേർത്ത് 6 മാസത്തിനകം നിയമസഭയുടെയോ ലോക്സഭയുടെയോ മേശപ്പുറത്ത് വയ്ക്കണം എന്നാണ് നിയമം. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? അത് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിൻ്റെ കീഴിൽ വെച്ച ഒരു കമ്മീഷനല്ല, അതൊരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ്. ഇപ്പോൾ ഹേമ കമ്മീഷൻ്റെ തുടക്കത്തിൽ അവർ പറയുന്നു, റിപ്പോർട്ട് ഓഫ് ദ എക്സ്പെർട്ട് കമ്മിറ്റി, ഇതാണ് വിദഗ്ധ സമിതി ആണ്, അല്ലാതെ ജുഡീഷ്യൽ കമ്മീഷൻ അല്ല. അതുകൊണ്ട് അത് മേശപ്പുറത്ത് വയ്ക്കാനുള്ള ബാധ്യത, നിയമപരമായ ബാധ്യത സർക്കാരിനില്ല. ധാർമ്മിക ബാധ്യത ഉണ്ട് എന്നും ഇല്ലെന്നും ഒക്കെ നമുക്ക് തർക്കിക്കാം. ഏതായാലും നിയമപരമായിട്ട് സർക്കാരിന് ബാധ്യതയില്ല. അതുകൊണ്ട് അവർ മേശപ്പുറത്ത് വെച്ചില്ല, പബ്ലിക് ആക്കിയില്ല. ഇതാണ് സംഭവം. എക്സ്പേർട്ട് കമ്മിറ്റിയിൽ 3 പേരാണ്. കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ട് ജസ്റ്റിസ് K. ഹേമ, ഫോർമർ ജഡ്ജ് ഹൈക്കോർട്ട് ഓഫ് കേരള, കേരള ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയറായ ജഡ്ജി ജസ്റ്റിസ് K. ഹേമയാണ് ഇതിൻ്റെ ചെയർപേഴ്സൺ. 2 മെമ്പർമാരുണ്ട്. ഒരാൾ ശ്രീമതി T. ശാരദ, സൈൻ ആർട്ടിസ്റ്റ്, പഴയ സിനിമാ നടി ശാരദ. പുതിയ തലമുറയിൽ പലർക്കും അവരെ പരിചയമുണ്ടാവില്ല. പക്ഷേ ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് തീർച്ചയായിട്ടും അവരെ ഓർമ്മയുണ്ടാവും. മലയാളത്തിലെ വലിയൊരു നടിയായിരുന്നു. ദേശീയ അവാർഡ്, സംസ്ഥാന അവാർഡ് അങ്ങനെയൊക്കെ വാങ്ങിയ തെലുങ്കത്തിയാണെങ്കിലും മലയാളത്തിൽ ആണ് അവരേറ്റവും അധികം വലിയ നടിയായിട്ട് അറിയപ്പെട്ടത്. നല്ല മലയാളിത്തമുള്ള, അസാമാന്യമായ അഭിനയ മികവുള്ള ഒരു നടി. അവർക്ക് ഈ സിനിമാ രംഗത്തെപ്പറ്റി വളരെ നല്ല ഗ്രാഹ്യമുണ്ട്. അതുകൊണ്ട് അവരെ മെമ്പറാക്കി. അടുത്ത മെമ്പർ ശ്രീമതി KB വത്സലകുമാരി, IAS റിട്ടയർഡ്. അവർ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ഗവൺമെൻറ് ഓഫ് കേരളയിൽ. പ്രഗത്ഭയായ ഒരു IASകാരി, ഭരണാധികാരി എന്ന നിലയ്ക്ക് പേരെടുത്ത നല്ല സാമൂഹ്യ വീക്ഷണമുള്ള ഒരു സ്ത്രീയാണ് ശ്രീമതി KB വത്സലകുമാരി, IAS. ഈ 3 പേരാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ 3 പേരുടെയും ചേർന്ന് ഒരു റിപ്പോർട്ടല്ല ഹേമ കമ്മിറ്റിയുടെ. 3 റിപ്പോർട്ടാണ്. പക്ഷേ അത് 3 വോളിയമാക്കി തിരിച്ചൊന്നുമല്ല എഴുതിയിരിക്കുന്നത്. ഹേമയുടെ കണ്ടെത്തലുകൾ ഹേമ എഴുതുന്നു.
അത് കഴിഞ്ഞിട്ട് ശാരദയുടെ കണ്ടെത്തലുകൾ ശാരദ എഴുതുന്നു. മൂന്നാമതായിട്ട് KB വത്സലകുമാരിയുടെ കണ്ടെത്തലുകൾ അവരെഴുതുന്നു. ഇങ്ങനെ 290 ചില്ലാനും പേജുകളാണ് ആകെ റിപ്പോർട്ടിനുള്ളത്. 3 പേരും ചേർന്ന് എഴുതിയ റിപ്പോർട്ടല്ല, 3 പേരും വെവ്വേറെ എഴുതിയ റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഈ കാര്യമൊന്നും കൃത്യമായിട്ട് ജനങ്ങളെ മാധ്യമങ്ങൾ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തുമായിക്കോട്ടെ, ഞാൻ ഇത് പരിശോധിച്ചപ്പോൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഇവരാരും പറഞ്ഞ ഈ ഇക്കിളിപ്പെടുത്തുന്ന കഥകളല്ല. അതൊക്കെ അതിലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കമ്മീഷനിലെ 3 അംഗങ്ങൾ, ജസ്റ്റിസ് ഹേമയും സിനിമാ നടി ശാരദയും KB വത്സലകുമാരി IASഉം 3 പേരും ഒരേ സ്വരത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ അത് മാധ്യമങ്ങൾ മൂടിവെച്ചു എന്നതാണ് എൻ്റെ ആക്ഷേപം. അത് പത്രങ്ങളും എഴുതി കാണുന്നില്ല, മാധ്യമങ്ങളും ചർച്ച ചെയ്ത് കാണുന്നില്ല. അതേതാണ് എന്ന് ഞാൻ പറയാം. തുടക്കത്തിൽ തന്നെ ജസ്റ്റിസ് ഹേമ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു പഴഞ്ചൊല്ല് പോലെ, ഡു നോട്ട് ട്രസ്റ്റ് വാട്ട് യു സീ. നിങ്ങൾ കാണുന്നത് വിശ്വസിക്കരുത്. ഈവൻ സോൾട്ട് ലുക്സ് ലൈക്ക് ഷുഗർ. ഉപ്പ് പോലും ഇപ്പോൾ പഞ്ചസാരയായിട്ട് കാണപ്പെടുന്നു. ഹേമ കമ്മിറ്റി തുടക്കത്തിൽ തന്നെ ആദ്യത്തെ പാരഗ്രാഫിൽ ഹേമ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വിശ്വസിക്കരുത് എന്ന് പറയുന്നതാരാ? ഞാനല്ല, ജസ്റ്റിസ് ഹേമയാണ്. ഉപ്പ് പഞ്ചസാരയായിട്ട് കാണപ്പെടുന്ന സമയമാണ്. ശരിയാണല്ലോ, ഇപ്പോഴത്തെ പൊടിയുപ്പ് പഞ്ചസാരയാണെന്ന് പെട്ടെന്ന് തെറ്റിദ്ധരിക്കാം. തെറ്റില്ല, അതിനകത്ത് രുചിച്ച് നോക്കുമ്പോൾ മാത്രമേ ഉപ്പാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ജസ്റ്റിസ് ഹേമ പറയുന്നത് ശരിയല്ലേ? സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിനെയാണ് എല്ലാത്തിനെയും ചേർത്തുള്ള ഒറ്റയടിക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നടക്കുന്ന ബഹളങ്ങൾക്കും ഈ ചൊല്ല് ബാധകമാണ്. ഇപ്പോൾ നിങ്ങൾ TV-യിൽ കാണുന്നതല്ല യാഥാർത്ഥ്യം. അത് കണ്ടു, ഞാൻ കണ്ടതല്ലേ? നിങ്ങൾ കണ്ടതാണ്, പക്ഷേ അതല്ല സത്യം. നിങ്ങൾ കണ്ടതല്ല സത്യം, നിങ്ങൾ കേട്ടതും സത്യമല്ല. അത് നിങ്ങൾക്ക് പഞ്ചസാരയാണെന്ന് തോന്നുന്നു, യഥാർത്ഥത്തിൽ അത് ഉപ്പാണ്. ഇത് കാലയെ കൂട്ടി അറിഞ്ഞ് ജസ്റ്റിസ് ഹേമ ഈ റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നു. അത് നമുക്ക് വിടാം. ഞാൻ ഈ ഇക്കിളി വർത്തമാനത്തിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. ഹേമ കമ്മിറ്റി പരിശോധിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് കേട്ടോ, പുരുഷന്മാരുടെ അല്ല. ഹേമ കമ്മിറ്റി തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ടു സ്റ്റഡി ആൻഡ് റിപ്പോർട്ട് ഓൺ വേരിയസ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ സിനിമ. സിനിമയിൽ സ്ത്രീകൾക്ക് നേരിടുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ദുരനുഭവങ്ങൾ, ഇതൊക്കെ അന്വേഷിക്കാനുള്ള കമ്മിറ്റിയാണ്. പുരുഷന്മാരുടെ പ്രയാസങ്ങൾ അവരന്വേഷിച്ചിട്ടില്ല, അത് അന്വേഷിക്കാൻ അവരോട് പറഞ്ഞിട്ടുമില്ല. പുരുഷന്മാർക്ക് പ്രയാസമുണ്ടാകാം, പക്ഷേ ഈ കമ്മിറ്റിയുടെ അന്വേഷണ പരിധിയിൽ അത് വരുന്നില്ല. ഇതൊക്കെ നമ്മളുടെ മനസ്സിൽ വ്യക്തമായിരിക്കണം. അല്ലെങ്കിൽ ആൾക്കാർ പറയും, ഓ ഇവർ സ്ത്രീകളുടെ കാര്യം മാത്രം പറഞ്ഞു, പുരുഷന്മാരുടെ വിഷമം ആര് പറയും? ആരെങ്കിലും പറഞ്ഞുകൊണ്ട് ഹേമ കമ്മിറ്റി പറയില്ല. കാരണം അവരോട് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളുടെ കാര്യം അന്വേഷിക്കാനാണ്. അവർ സ്ത്രീകളുടെ കാര്യം അന്വേഷിച്ചു, തെറ്റില്ലല്ലോ അതിൽ. അതുകൊണ്ട് ഹേമ കമ്മിറ്റിയുടെ മേൽ പക്ഷപാതം ആരോപിക്കുന്നത് ശരിയല്ല. അവരോട് അന്വേഷിക്കാൻ പറഞ്ഞത് മാത്രം അവരന്വേഷിച്ചു. പുരുഷന്മാർക്ക് പ്രയാസമുണ്ടോ? ഉണ്ടാവാം, കമ്മിറ്റിയുടെ വിഷയമല്ല അത്. ഇങ്ങനെ വേണം ഈ റിപ്പോർട്ടിനെ കാണാൻ. അപ്പോൾ അതിൽ അവർ കണ്ടുപിടിച്ച വിഷമങ്ങളിൽ 9ാമത്തേതായിട്ട് അവരെഴുതിയിരിക്കുന്നത് ഗ്രോസ് ഇൻഡിസിപ്ലിൻ ഇൻ സിനിമ, കൺസംഷൻ ഓഫ് ആൽക്കഹോൾ, യൂസ് ഓഫ് ഡ്രഗ്സ്, ഡിസോർഡർലി കോണ്ടക്ട്, മിസ്ബിഹേവിയർ അറ്റ് വർക്ക് പ്ലേസ്. ഇത് 9ാമത്തെ പോയിൻ്റാണ്. നിങ്ങളിപ്പോൾ TV-യിൽ കേൾക്കുന്ന ബാക്കി പോയിൻ്റുകളൊക്കെ അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. സെക്ഷൽ ഡിമാൻഡ്, സെക്ഷൽ ഹറാസ്മെൻറ്റ്, ടോർച്ചർ ഓഫ് വിമൻ, ഇതൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഈ വാതിലിൽ മുട്ടി തട്ടി എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനതൊക്കെ വിടുന്നു. ഞാൻ ആകെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു പോയിൻ്റാണ്, ഗ്രോസ് ഇൻഡിസിപ്ലിൻ ഇൻ സിനിമ. സകല തോന്നിവാസങ്ങളും നടക്കുന്നു സിനിമയിൽ. യാതൊരുവിധ അച്ചടക്കവുമില്ലാതെ മനുഷ്യർ പെരുമാറുന്നു. അതാണ് ഗ്രോസ് ഇൻഡിസിപ്ലിൻ. അതിൻ്റെ കാരണമോ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ, യൂസ് ഓഫ് ഡ്രഗ്സ്, മദ്യപാനവും മയക്കുമരുന്നുമാണ് ഇതിൻ്റെ കാരണം. അതിനെ തുടർന്ന് ഡിസോർഡർലി കോണ്ടക്റ്റ്, ഒരു ലോജിക്കുമില്ലാതെ ഡിസോർഡർലി ആയിട്ടുള്ള പെരുമാറ്റം, മിസ്ബിഹേവിയർ, പെരുമാറ്റ ദൂഷ്യം, അറ്റ് വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്ത്, ഷൂട്ടിംഗ് സ്ഥലത്തുള്ള
ഈ പെരുമാറ്റ ദൂഷ്യം. ആ ദൂഷ്യത്തിന് കാരണമായ ഡ്രഗും മയക്കുമരുന്നും മദ്യത്തിൻ്റെ ഉപയോഗവും. ഇതൊരു പ്രധാന വിഷയമല്ലേ? ഇതാരെങ്കിലും ചർച്ച ചെയ്യുന്നതായിട്ട് നിങ്ങൾ കേട്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അത് മനസ്സിലാവുന്നുമില്ല. ഇപ്പോൾ ഈ അമ്മയിലെ സ്ഥാനങ്ങൾ മൊത്തം എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചതിൽ ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം അമ്മ നിങ്ങൾ നോക്കൂ, അമ്മ ഒരു വെൽഫെയർ ക്ലബ്ബാണ്. നമ്മൾ 10-15 പേര് ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവർ വല്ലപ്പോഴും ഒന്ന് കൂടും, ചായ കുടിക്കും. സിനിമാ താരങ്ങളായതുകൊണ്ട് ഒരുപക്ഷെ കള്ളു കുടിക്കുന്നുണ്ടാകും. ചെറിയ ആഘോഷം, കോൺക്ലേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദി സിനിമയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരിക, ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക, ഇതൊക്കെ ചെയ്ത് അവർക്ക് ഒരു റിലാക്സേഷൻ വേണ്ടേ. സിനിമാ താരങ്ങളുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒരു സുഖജീവിതമല്ല. പണം പ്രശസ്തിയൊക്കെ ഉണ്ടെങ്കിലും അസാമാന്യമായ തിരക്കാണ്. ഒരു സൈറ്റിൽ നിന്ന് അടുത്ത സൈറ്റിലേക്ക് ഒരു പാട്ട് മലമ്പുഴ ഉദ്യാനത്തിൽ വെച്ച് ഷൂട്ട് ചെയ്യും. ആദ്യത്തെ 2 വരി. പിന്നത്തെ 2 വരി പൊള്ളാച്ചിയിൽ പാടവരമ്പത്തായിരിക്കും ഷൂട്ടിങ്. അടുത്ത 2 വരി ഊട്ടിയിലായിരിക്കും. അതിനടുത്ത 2 വരി കാശ്മീരിലായിരിക്കും. പിന്നത്തെ 2 വരി ജയ്പൂർ മരുഭൂമിയിലായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഷൂട്ടിംഗ്. അപ്പോൾ ഒരുപാട് കാശ് കിട്ടുന്നില്ല. കാശൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ കഷ്ടപ്പാട് ആലോചിച്ച് നോക്കും. നിരന്തരം യാത്രകൾ, താമസം മാറ്റി നമ്മളെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതി. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കട്ടിലിൽ നമ്മുടെ തലയണയിൽ തലവെച്ച് കിടക്കുമ്പോഴാണ് നമ്മളൊന്ന് ഉറങ്ങുന്നത്. ബാക്കി താമസമൊക്കെ 5 സ്റ്റാർ ഹോട്ടലൊക്കെ ഉണ്ടായത് കാര്യമൊക്കെ ശരി, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. ഇത് മനുഷ്യൻ്റെ ഒരു പ്രാഥമിക ആവശ്യമാണ്. ഇതൊന്നുമില്ലാതെയാണ് ഈ സിനിമാ താരങ്ങളും ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും മറ്റ് സ്റ്റാഫും ലൈൻ ബോയ് അടക്കം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കൂട്ടം കൂടാനുള്ള ഒരു വേദി, അവരിൽ ആർക്കെങ്കിലും കഷ്ടപ്പാടിലായി ആശുപത്രിയിലാണ് അതിൻ്റെ ചിലവ് കൊടുക്കുക. ഒട്ടും അഭിനയിക്കാൻ വയ്യാതെ വയസ്സായി പോയവർക്ക് പെൻഷൻ പോലെ കൈനീട്ടം എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര്, അത് കൊടുക്കുക. ഇതൊക്കെയാണ് അമ്മ കൊണ്ട് ഉദ്ദേശിച്ചത്, ഒരു ക്ലബ്ബ്. ഇപ്പോൾ വന്ന് എന്ത് ചെയ്യും? നാട്ടിലെ സകല കാര്യത്തിനും അമ്മ സമാധാനം പറയണം. തിലകനെ അഭിനയിപ്പിച്ചില്ല, വിനയനെ സംവിധായകനായിട്ട് ചേർത്തില്ല, മറ്റേ നടിയെ മറ്റേ നടൻ ഉപദ്രവിച്ചു. ഇതിനെല്ലാം ഈ അമ്മ സമാധാനം പറയണമെന്നുള്ള സ്ഥിതി വന്നു. അങ്ങനെ അമ്മ മെല്ലെ വിഷമിച്ചു തുടങ്ങി. അവസാനം ഈ ബഹളം അതിൻ്റെ മൂർധന്യത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അമ്മയുടെ തലപ്പത്തിരിക്കുന്ന മോഹൻലാലും ബാക്കിയുള്ളവരും ഒക്കെ ചേർന്നിട്ട് തീരുമാനിച്ചു, ഈ പണ്ടാരം തലേന്നെടുത്ത് താഴെ വെച്ചേക്ക്, ആരാന്ന് വെച്ചാൽ നടത്തിക്കോ. അത് സ്വാഭാവികമല്ല. മനുഷ്യൻ ഒരാശ്വാസത്തിന് വേണ്ടി ഉണ്ടാക്കിയ ക്ലബ്ബ് ഒരു ബാധ്യതയായിട്ട് മാറുക, നിരന്തരം ചോദ്യം ചെയ്യുക. ഈ ക്ലബിലെ അംഗങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ക്രിമിനൽ പ്രവൃത്തിയിൽപ്പെട്ടെങ്കിൽ അതിൻ്റെയൊക്കെ സമാധാനം മോഹൻലാൽ പറയണം, അല്ലെങ്കിൽ മമ്മൂട്ടി പറയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർക്ക് അവരുടെ കാര്യം തന്നെ നോക്കാൻ സമയമില്ലാതെ അവർ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് മറ്റേയാൾ പോയി കാണിച്ച കുഴപ്പത്തിനും താനാണ് ഉത്തരവാദി, താനല്ലേ അമ്മയുടെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് താങ്ങാവുന്നൊരു ലോഡല്ല അത്. അതുകൊണ്ട് ഇവരെല്ലാം കൂടെ ഇത് താഴെ ഇട്ടു. ദേ കിടക്കുന്നു അമ്മ, ആർക്കാന്ന് വെച്ചാൽ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവർ പിന്മാറി. ഇതൊക്കെ സംഭവിച്ചു, കാര്യം ശരി. ബട്ട് ചില കാര്യങ്ങൾ സിനിമയിൽ നിരോധിക്കപ്പെടേണ്ടതാണ് എന്ന് ജസ്റ്റിസ് ഹേമ കരുതുന്നു. അതിൽ ഒരെണ്ണം, ഒരുപാട് കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ സെക്ഷൽ ഹരാസ്മെൻറ്റ് അത് ഇതൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഹേമ പറയുന്ന ഒരു കാര്യം അത് പുറത്തു വരുന്നുമില്ല. അതാണ് എനിക്ക് കൗതുകം. ഈ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറയണ്ടേ, അതിനകത്തെ ഒരു ഭാഗം മാത്രം സ്റ്റൂഡിയസ്ലി എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും സോഷ്യൽ മീഡിയ പോലും ഒഴിവാക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് വിളിച്ചു പറയാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ ഈ ഹേമ കമ്മിറ്റിയും ഞാനുമായിട്ട് യാതൊരു ബന്ധവും, എനിക്ക് സിനിമാ രംഗത്തെ പറ്റി അറിഞ്ഞുകൂടാ. എൻ്റെ നോളജ് വളരെ തുച്ഛമാണ് സിനിമാ രംഗത്തെ പറ്റി, തീരെ പിടിപാടില്ല എനിക്ക് ആ രംഗത്തെ പറ്റി. പക്ഷേ ഇതാരും പറയാത്തതുകൊണ്ടാണ് ഞാനിത് വായിച്ചു നോക്കാനും നിങ്ങളോട് പറയാനും കാര്യം. ഹേമ പറയുന്നത്, നോ പേഴ്സൺ ഷാൽ സ്മോക്ക് ഓർ കൺസ്യൂം ആൽക്കഹോൾ. സിഗരറ്റ് പോലും വലിക്കാൻ പാടില്ല എന്നാണ് ഹേമയുടെ റെക്കമെൻഡേഷൻ. എവിടെ? വർക്ക് പ്ലേസിൽ, ഷൂട്ടിംഗ് സ്ഥലത്ത്. വേറെ എവിടെയെങ്കിലും നിങ്ങൾ വലിക്കുകയോ വലിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തോ, സിഗരറ്റ് പോലും ഷൂട്ടിംഗ് സൈറ്റിൽ വലിക്കാൻ പാടില്ല.
ഓർ കൺസ്യൂം ആൽക്കഹോൾ. ആൽക്കഹോൾ കഴിക്കാൻ പാടില്ല. വിസ്കി, ബ്രാൻഡി, കള്ള്, പേരെന്ത് വാങ്ങിക്കോട്ടെ, ആ സാധനം കഴിക്കാൻ പാടില്ല. പിന്നെ ഓർ കീപ്പ് ഇൻ ഹിസ് പൊസഷൻ ഓർ യൂസ് എനി ഡ്രഗ് ഓൺ ദ സെറ്റ് ഓർ വർക്ക് പ്ലേസ്. മയക്കുമരുന്ന് കൊണ്ടുവരാൻ പോലും പാടില്ല. ഉപയോഗിക്കുന്നതോ പോട്ടെ, കൊണ്ടുവരാൻ പോലും പാടില്ല. ഷർട്ടിൻ്റെ പോക്കറ്റിലോ പാൻറ്റിൻ്റെ പോക്കറ്റിലോ അവിടെയോ ഇവിടെയോ ആയിട്ട് ഈ സാധനം വർക്ക് പ്ലേസിൽ കൊണ്ടുവരാൻ പാടില്ല. ഇത് നിയമം മൂലം നിരോധിച്ചത് കൂടെയാണ് ഡ്രഗ്സ്. ആൽക്കഹോളിന് നിരോധനമില്ല. പക്ഷേ വർക്ക് പ്ലേസിൽ നിങ്ങൾ മദ്യപിച്ച് വന്ന് മറ്റുള്ളവർക്ക് അസൗകര്യമുണ്ടാക്കുന്നു, അതിനാൽ ആൽക്കഹോളും പാടില്ല. സിഗരറ്റ് മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്നു, അതുകൊണ്ട് അത് പാടില്ല. ഇതൊക്കെ വർക്ക് പ്ലേസിലാണ് ഹേമ പറയുന്നത്. ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ട് അതൊന്നും ഹേമയുടെ പരിധിയിൽ വരുന്നതല്ല. അപ്പോൾ ഇത് കൊണ്ടുവരരുത്. വിച്ച് ക്യാൻ ബി ആക്സസ് ബൈ എനി വിമൻ ഇൻ സിനിമ ഇൻ കണക്ഷൻ വിത്ത് ദ വർക്ക് ഇൻ സിനിമ ആൻഡ് എക്സിബിറ്റ് ഡിസോർഡർലി ബിഹേവിയർ ആഫ്റ്റർ കൺസ്യൂമിങ് ആൽക്കഹോൾ ഓർ ഡ്രഗ്സ് ഓർ അണ്ടർ ഇൻടോക്സിക്കേഷൻ ടു ദ അനോയൻസ് ഓഫ് എനി വുമൻ ഓൺ ദ സെറ്റ്. സ്ത്രീകളെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് മിസ്ബിഹേവിയർ പാടില്ല എന്ന് ഹേമ കമ്മിറ്റിയിൽ ജസ്റ്റിസ് ഹേമ എഴുതുന്നു. ഒരു ചാനലും ഇത് ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നടികളൊക്കെ വന്ന് പരാതി പറയുന്നുണ്ടല്ലോ. അവരോട് ആരെങ്കിലും, അവർ പറയുന്നതോ പോട്ടെ, ഏതെങ്കിലും ചാനൽ അവരോട് ചോദിക്കണമല്ലോ, ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ? ഈ സെറ്റിൽ മദ്യപിച്ച് വരിക, ഡ്രഗ്സ് ഉപയോഗിക്കുക, നിങ്ങളോട് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞ ആൾ മദ്യപിച്ചിരുന്നോ, ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നോ, ഉപയോഗിച്ചതായിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടോ, ഉപയോഗിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചോദ്യം ആരും ചോദിക്കുന്നില്ല, ഇവരൊട്ടും പറയുന്നുമില്ല. ഇവരുടെ പരാതി മുഴുവൻ ഈ വാതിലിൽ മുട്ടി, അങ്ങനെയാണ്, രാത്രി വരാൻ പറഞ്ഞു എന്നൊക്കെയുള്ള പരാതിയാണ്. മനസ്സിലായി, അതൊരു പരാതി തന്നെയാണ്, ഗൗരവമുള്ള പരാതി തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഇത് പറയണ്ടേ? അവർ പറഞ്ഞില്ലെങ്കിൽ മാധ്യമങ്ങൾ ചോദിക്കണ്ടേ? ചോദിക്കുകയുമില്ല, പറയുകയുമില്ല. അങ്ങനെ ഡ്രഗ്സ്, ആൽക്കഹോൾ എന്ന പ്രധാനപ്പെട്ട ഇതിനകത്തെ ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് ജസ്റ്റിസ് ഹേമ പറയുന്നു. ശാരദ പറയുന്നത് അവർ ഹെഡ്ലൈനായിട്ട് തന്നെ എഴുതിക്കുന്നു, പ്രിവേലൻസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്. ഡ്രഗ്സ് ആർ ക്വയറ്റ് കോമൺ എമംഗ് യങ്സ്റ്റേഴ്സ് ഇൻ ദ ഫിലിം വേൾഡ്. ഒറ്റ ലൈനാണ് ശാരദ പറഞ്ഞിരിക്കുന്നത്. ഡ്രഗ് വളരെ കോമൺ ആണ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക്. ശാരദ ഒരു കാര്യം ചെയ്തു, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ ആൾക്കാരെ ഒഴിവാക്കി. അത് യഥാർത്ഥത്തിലുള്ള ഒഴിവാക്കലായിരിക്കും, കാരണം അവരെപ്പറ്റി ഇങ്ങനൊരു അപവാദം കേട്ടിട്ടില്ല. എന്നാൽ പുതുതലമുറ നടന്മാർ, യങ്സ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവരുടെ ഇടയ്ക്ക് ഈ ഡ്രഗിൻ്റെ ഉപയോഗം വ്യാപകമാണ് എന്ന ഒരു ലൈൻ ശാരദ എഴുതുന്നത് മാത്രമല്ല, അവർ ഇപ്പോൾ പൊതുവേ കേരളത്തിന് പിടിക്കാത്ത ചില കാര്യങ്ങളും അവരെഴുതുന്നുണ്ട്. ടുഡേ ദർ ഈസ് എ ലോട്ട് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ കൾച്ചർ ഇൻ അവർ സൊസൈറ്റി. നമ്മളുടെ സമൂഹം പാശ്ചാത്യ സംസ്കാരത്തിന് വിധേയമായി കഴിഞ്ഞു. ഗേൾ ഫ്രണ്ട്സ് ആൻഡ് ബോയ് ഫ്രണ്ട്സ് ആർ വെരി പബ്ലിക് നൗ. ആണും പെണ്ണും പബ്ലിക്കായിട്ട് ഇടകലർന്ന് പെരുമാറുന്നു സമൂഹത്തിൽ. എറണാകുളം മറൈൻ ഡ്രൈവിലോ അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ സാധാരണ സംഭവമാണ് തോളത്ത് കൈയിട്ടും കെട്ടിപ്പിടിച്ചുമൊക്കെ ആണും പെണ്ണും ഒക്കെ നടക്കുന്നത്. പണ്ടിത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ ശാരദ പറയുന്നത്, പണ്ട് ഒരു ഭയം, ഒരു നാണക്കേട്, ഒരു ഒളിവ്, ഒരു മറ, ഇതൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ പ്രേമബന്ധങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ആരും കാണാതെ വേലിക്കൽ ഒളിച്ച് നിന്ന് മരത്തിൻ്റെ പൊത്തിലോ വല്ല ഒരു കത്ത് വയ്ക്കുക, ഈ പെൺകുട്ടി എന്നിട്ട് അവിടെ നിന്ന് കടക്കും, ഇവനങ്ങ് പോവും. പെൺകുട്ടി നടന്നു വരുമ്പോൾ അവൾക്കറിയാം ഇതിവിടെ ഉണ്ടാവും, അവൾ ഇതെടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ ഒരു ഒളി, മറ, ഭയം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, ആർക്കും എന്തും ചെയ്യാവുന്ന അവസ്ഥയാണ്. പിന്നെ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വാട്സാപ്പ് വഴി പറക്കുകയല്ലേ മെസ്സേജസ്. ഇത് തന്നെ പണി നേരം വെളുത്താൽ രാത്രി വരെ, രാത്രി 2-3 മണി വരെ ഇങ്ങനെ മെസ്സേജ് കൊടുക്കുന്നു. അപ്പോൾ അത് ശരിയായില്ല, ഉടനെ അടുത്ത ആളിനെ അന്വേഷിച്ച് പോകുന്നു. ഇതൊക്കെ നടക്കുന്നു സമൂഹത്തിൽ. ഇപ്പോൾ ശാരദ പറയുന്നത്, ആ സമൂഹത്തിൽ നിന്ന് നമ്മൾ നടന്മാരെ എടുക്കുമ്പോൾ അവരും ഈ പ്രവൃത്തികളൊക്കെ ചെയ്യും.
ശരിയല്ലേ? കിണറ്റിൽ നിന്ന് നമ്മൾ വെള്ളം കോരുമ്പോൾ കിണറ്റിലെ വെള്ളമേ തൊട്ടിയിൽ വരുള്ളൂ. സമൂഹമാകുന്ന കിണറ്റിൽ നിന്നാണ് നമ്മൾ നടീനടന്മാരെ കോരിയെടുക്കുന്നത്. അവർ സമൂഹം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നടീനടന്മാർ. ഇതാണ് ശാരദ പറയുന്നത്. KB വത്സലകുമാരി പറഞ്ഞു, ആൻ ഓഫ്റ്റ് റിപ്പീറ്റഡ് കംപ്ലൈൻറ്റ്. ഓഫ്റ്റ് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പറഞ്ഞ കംപ്ലൈൻറ്റ്. ഈ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി കൊടുക്കാൻ വന്ന ആൾക്കാരുണ്ടല്ലോ, അവർ നിരന്തരം ഉന്നയിച്ച പരാതി. ആൻ ഓഫ്റ്റ് റിപ്പീറ്റഡ് കംപ്ലൈൻറ്റ് ഹേർഡ് വാസ് ദാറ്റ് കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഇൻ വർക്ക് പ്ലേസ് ഇൻ സിനിമ ഈസ് കോമൺ. ഒരേ ഭാഷയിലാണ് ശാരദയും KB വത്സലകുമാരി എഴുതുന്നത്. ഇത് വ്യാപകമാണ് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗം. വത്സലകുമാരി കുറച്ചുകൂടെ തുറന്നെഴുതുന്നു കേട്ടോ. മെനി ആക്ട്സ് ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് ഹാഡ് ടേക്കൺ പ്ലേസ് ആഫ്റ്റർ കൺസംഷൻ ഓഫ് ആൽക്കഹോളിക് ബിവറേജസ് ഓർ ഡ്രഗ്സ്. ഈ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടന്നത് ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗത്തിന് ശേഷമാണ്. തലയ്ക്ക് വെളിവില്ലാത്ത അവസ്ഥയിലാണ്. ഇതെന്തുകൊണ്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് വളരെ ഗൗരവമായ കാര്യമല്ലേ? കോടതി പോയാൽ പോലും കോടതി ചോദിക്കും, പ്രതി മദ്യപിച്ചിരുന്നോ, പ്രതി മയക്കുമരുന്നിനടിമയാണോ, മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോ? ഇതൊക്കെ കോടതിയിൽ ചോദിക്കും. ഈ കോടതിയിൽ ചോദിക്കുന്ന സകല കാര്യങ്ങളും മീഡിയ ചോദിക്കുന്നുണ്ട്, എക്സെപ്റ്റ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്. ഇതാണ് എൻ്റെ പ്രശ്നം. അത് മാത്രമല്ല, യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഇത് വ്യാപകമാണ് എന്ന് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ യങ്സ്റ്റേഴ്സിനെ ആണോ ഇപ്പോൾ മാധ്യമങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? അല്ല, പഴയ തലമുറയാണ്. നിങ്ങൾ നോക്കുമ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാം പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ്. ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞവരാണ്. അവരൊരു പക്ഷേ മദ്യപിക്കുന്നുണ്ടാവാം, പക്ഷേ മയക്കുമരുന്ന് ഉപയോഗം അവരിൽ അപൂർവമാണ്, അത്യപൂർവമാണ്. അപ്പോൾ ഫലത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? മദ്യം കഴിക്കുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് മയക്കുമരുന്ന് കഴിക്കുന്നവരുടെ ആധിപത്യത്തിലേക്ക് മലയാളം സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ സംഭവം. അതുകൊണ്ട് ഈ മയക്കുമരുന്ന് ലോബി ഈ ചർച്ചകൾ തടഞ്ഞിരിക്കുന്നു. മയക്കുമരുന്ന്, മദ്യം ഈ വിഷയമേ പറയണ്ട. മദ്യത്തിൻ്റെ വിഷയം പോലും പറയണ്ട. മദ്യത്തിൻ്റെ വിഷയം അവരെ ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നില്ല, എല്ലാവരെയും ടാർഗറ്റ് ചെയ്യുന്നതാണ്. മയക്കുമരുന്ന് യങ്സ്റ്റേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് മയക്കുമരുന്ന് ചർച്ച ഇല്ല. യങ്സ്റ്റേഴ്സ് എല്ലാം ആഘോഷ ലഹരിയിലാണ്. നിങ്ങൾ കണ്ടില്ലേ, അമ്മ എല്ലാം രാജിവെച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് സിനിമയിലെ ഇപ്പോൾ ഉള്ള നായകന്മാർ, സംവിധായകന്മാർ, അതിൽ ചെറുപ്പക്കാർ, അവരാണ് ആഘോഷിക്കുന്നത് അല്ലേ? ആണായാലും പെണ്ണായാലും ചെറുപ്പക്കാരാണ് ആഘോഷിക്കുന്നത്. ചെറുപ്പക്കാരുടെ നേർക്കാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം ഹേമ കമ്മിറ്റിയിലുള്ളത്. ആ ആരോപണം മറച്ചു വെച്ചുകൊണ്ട് മറ്റെന്തോ ആണ് പ്രശ്നം എന്ന് വരുത്തി തീർത്ത് ബഹളം വയ്ക്കുന്നു. ഞാൻ ഇവരെ ഒന്നും ന്യായീകരിക്കുമൊന്നുമില്ല. ഇവരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രഞ്ജിത്തോ മുകേഷോ ആരാന്ന്, മണിയമ്പിള്ള രാജുവോ ആരാ തെറ്റ് ചെയ്ത് അവർ ശിക്ഷിക്കപ്പെടണം, അത് വേറെ കാര്യം. ബട്ട് പ്രധാനപ്പെട്ട ഈ കാര്യം വിട്ടുപോകുന്നത് എന്ത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവർ പറയുന്നു, വൺ വിറ്റ്നസ് സ്റ്റേറ്റഡ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ആക്ടേഴ്സ് കം ടു ദ സെറ്റ്സ് ആഫ്റ്റർ കൺസ്യൂമിങ് ആൽക്കഹോൾ. ഒരു സാക്ഷി KB വത്സലകുമാരിയോട് പറഞ്ഞു, മാഡം, മോസ്റ്റ് ഓഫ് ദ ആക്ടേഴ്സ്, ഭൂരിഭാഗം നടന്മാരും മദ്യപിച്ചിട്ടാണ് സെറ്റിൽ വരുന്നത്. എത്ര ഗുരുതരമായ പ്രശ്നമാണെന്ന് നോക്കൂ. ദ ജസ്റ്റിഫിക്കേഷൻ ഗിവൺ ഈസ് ദാറ്റ് ദ ഇൻടോക്സിക്കൻ്റ് എൻഹാൻസസ് ക്രിയേറ്റിവിറ്റി. സർഗപ്രതിഭ ഉണരാൻ ഡ്രഗ് അനിവാര്യമാണ് എന്ന് അവർ കരുതുന്നു. അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസ് കിട്ടാൻ കഞ്ചാവോ MDMAയോ ഒക്കെ സഹായിക്കും എന്ന് അവർ കരുതുന്നു. ഇതാണ് സംഭവം. ഇതാണ് പ്രധാന പ്രശ്നം. ഇത് ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ആക്ഷേപം. ആ ആക്ഷേപം മറ്റാരും കേൾക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥാവിശേഷമാണ്. മലയാള സിനിമ മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമ മാറുകയോ മാറാതിരിക്കുകയോ അത് നമ്മളുടെ വിഷയമല്ല. പക്ഷേ സിനിമയിൽ
മദ്യത്തിനുണ്ടായിരുന്ന ആധിപത്യം അവസാനിക്കുകയും മയക്കുമരുന്നിൻ്റെ ആധിപത്യം തുടങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.